ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ നമുക്ക് ഒന്നിച്ച് ഇപ്രകാരം ദൈവവചനമായിട്ട് ചില പ്രഭാത ധ്യാന ചിന്തകളിൽ പങ്കിടുവാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കഴിഞ്ഞ ദിവസം നാം ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചുകൊണ്ട് ഇരുന്നത്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് 22 മുതൽ 26 വരെയുള്ള 49 അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ജോസഫിന് കൊടുക്കുന്നതായ അനുഗ്രഹങ്ങളും അവനെപ്പറ്റി പറയുന്ന കാര്യങ്ങളുമാണ് നാം കണ്ടത്. അതിൻ്റെ 22 വാക്യത്തിൽ നാം കണ്ടത് അവൻ ഫലപ്രദമായൊരു വൃക്ഷമാണ്, നീരുറകിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ, അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. നോക്കുക, അവൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റവും വലിയ ഒരു ഉയർച്ചയിലേക്ക്, സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഏറ്റവും ഉയർന്ന ഒരു പദവിയാണ് തനിക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് 23 വാക്യത്തിൽ വായിക്കാം. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു അവനോട് പൊരുതു. നോക്കുക, വില്ലാളികൾ അവനോട് എതിർത്തു നിന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, അവർ അവനെ എയ്തു, അവർ അവനോട് പൊരുതു. 3 കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ജോസഫിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധികൾ, അത് നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് നാം മനസ്സിലാക്കിയതാണ്, വായിച്ചതാണ്, ചിന്തിച്ചതാണ്. തൻ്റെ സഹോദരന്മാരിലുള്ളതായ പ്രതിസന്ധി, അതുപോലെ തന്നെ പോത്തിഫറിൻ്റെ ഭാര്യയിൽ നിന്നുള്ളതായ പ്രതിസന്ധികൾ, അങ്ങനെ ജീവിതത്തിൽ അനേക പ്രതിസന്ധികൾ അവൻ്റെ ജീവിതത്തിൽ വന്നു. എന്നാൽ 24 വാക്യത്തിൽ നാം കാണുന്നത് അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവർ അവനെ എയ്ത് നശിപ്പിക്കുവാനായിട്ട് തുടങ്ങിയിട്ടും ജോസഫിൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. ജോസഫിൻ്റെ വില്ലിന് ഒരു കുഴപ്പവുമില്ല. കാരണം ജോസഫിൻ്റെ ജീവിതത്തിൽ ഫലഭൂഷ്ഠതയും അതുപോലെ തന്നെ പല ശക്തിയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവൻ ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തെയാണ് നാം 22 വാക്യത്തിൽ കണ്ടത്. ദൈവവുമായിട്ടുള്ള ബന്ധം അവനുണ്ടായിരുന്നത് കൊണ്ട് അവൻ്റെ വില്ലിന് നേരെ ആർക്കും എയ്യുവാനായിട്ട് സാധിച്ചില്ല. അവന് എതിരായിട്ട് ആർക്കും പൊരുതുവാനായിട്ട് സാധിച്ചില്ല. അവന് എതിരായിട്ട് ആർക്കും വിഷമം കൊണ്ടുവരുവാനായിട്ട് സാധിച്ചില്ല. കൊണ്ടുവന്നു, പക്ഷേ വിജയം പ്രാപിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ജോസഫിനാണ് വിജയം. പ്രിയ വിശ്വാസികളെ, നാമും ജോസഫിനെ പോലെ നാം ഒരു ആത്മീയ ജീവിതം നയിക്കുമ്പോൾ, ഒരു ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നാം ജീവിക്കുമ്പോൾ, ശത്രു എത്ര ശക്തിയോടുകൂടെ നമുക്ക് എതിരായി വന്നാലും നമ്മളോട് എതിർക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള ഒരു സത്യം ഇവിടെ പറയുകയാണ്. അതിൻ്റെ കാരണം കൂടെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശത്രുവിൻ്റെ എതിർപ്പുകൾ, വില്ലുകൾ അല്ലെങ്കിൽ അമ്പുകൾ അവൻ്റെ മേൽ പറ്റാതെ ഇരുന്നത്? കാരണം അവൻ്റെ ഭുജം യാക്കോബിൻ വല്ലഭൻ്റെ കയ്യാൽ ബലപ്പെട്ടു. കാരണം ജോസഫിൻ്റെ ഭുജം, ജോസഫിൻ്റെ ആ കൈ, ജോസഫിൻ്റെ ആ ആം ദൈവത്തിൻ്റെ യാക്കോബിൻ്റെ വല്ലഭൻ്റെ കയ്യാൽ ബലപ്പെട്ടു. കാരണം അവൻ്റെ ഭുജത്തോടു കൂടെ ആ ആരോഗ്യവും ബലമുള്ളതായ ദൈവത്തിൻ്റെ ഭുജം ഉണ്ടായിരുന്നു. ശക്തിഹീനമായ ഭുജം പ്ലസ് ശക്തിയുള്ള ദൈവത്തിൻ്റെ ഭുജം, അത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ ശക്തിഹീനമായ ഭുജത്തിന് വളരെയേറെ ശക്തി ലഭിക്കും. ഇതാണ് നമ്മളിവിടെ നിന്ന് പഠിപ്പിക്കുന്നത്. പ്രിയ വിശ്വാസികളെ, പലപ്പോഴും നാം വിചാരിക്കും നാം ശക്തിഹീനരാണ്, നമുക്ക് നമ്മുടെ ശത്രുക്കളോട് എതിർക്കുവാനുള്ളതായ കഴിവില്ല എന്ന് ചിന്തിക്കും. എന്നാൽ ആ സമയത്ത് ദൈവം അവൻ്റെ ഭുജവുമായിട്ട് വരും. ദൈവം തൻ്റെ മക്കളെ എത്രയോ അത്ഭുതകരമായ രീതിയിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ രക്ഷിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശത്രുവിൻ്റെ എതിർപ്പുകൾ വന്നപ്പോൾ അവരെ എതിർത്തവരുടെ മുമ്പിൽ അവർക്ക് വലിയ വിജയം കൊടുത്തത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എലീഷയെ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ സ്വർഗീയ സൈന്യം അവൻ്റെ ഭവനത്തിന് ചുറ്റും ഉണ്ടായിരുന്നു. പത്രോസിനെയും പൗലോസിനെയും ശീലാസിനെയും ഒക്കെ കാരാഗൃഹത്തിൽ നിന്ന് വിടിപ്പാൻ ദൈവത്തിൻ്റെ ശക്തിയുള്ള സ്വർഗദൂതന്മാർ വന്ന് അവരെ രക്ഷിച്ചു.
അവസാന സമയത്ത് ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കുവാൻ എതിർ ക്രിസ്തു വരുമ്പോൾ അവരെ രക്ഷിക്കുവാൻ കർത്താവ് താൻ തന്നെ ആ വലിയ ശക്തിയോടുകൂടെ അർമ്മഗദോനിലേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ എവിടെയൊക്കെ നമ്മുടെ ശക്തിഹീനമായ ഭുജമുണ്ടോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ ഭുജം നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയം കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെ, നാം ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മുടെ ജീവിതം എപ്രകാരം ആണ്. ദൈവത്തിൻ്റെ ആ ആ ആ ശക്തി നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കുമോ? ജോസഫിൻ്റെ സഹോദരന്മാർ വളരെ വളരെ കാഠിന്യമായിട്ട് വളരെ കയ്പിൻ്റെ അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ കൊടുത്തു. എന്നിട്ട് പോലും അവർക്കൊന്നും അവൻ്റെ മുമ്പിൽ വിജയിക്കുവാനായിട്ട് സാധിച്ചില്ല. ദൈവത്തിൻ്റെ കരം ഈ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ ദൈവം അവനെ ഏറ്റവും ഉയർന്നവനാക്കി തീർത്തു. ആ സഹോദരന്മാർ അവനെ നശിപ്പിക്കുമെന്ന് വിചാരിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് ആ സഹോദരന്മാരുടെ മുമ്പിൽ ജോസഫ് ഉയർന്നവനായി തീർന്നു. ജോസഫിൻ്റെ മുമ്പിൽ ആ സഹോദരന്മാർ വിറച്ചു നിൽക്കുന്ന ഒരനുഭവം ഉണ്ടായി. പ്രിയ വിശ്വാസികളെ, ഇതാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം. നാം ദുഃഖത്തിൻ്റെ അനുഭവത്തിലാണോ കടന്നു പോകുന്നത്? നമുക്കെതിരായിട്ട് പൈശാചിക ശക്തികൾ, മാനുഷികമായ ശക്തികൾ, നമ്മുടെ കൂട്ടു സഹോദരന്മാരിൽ നിന്നുള്ളതായ ശക്തികൾ നമുക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നുവോ? എന്നാൽ അതൊക്കെ നമുക്ക് അടുക്കാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നലെ നാം കണ്ടതുപോലെ ദൈവമായിട്ട് ഒരു അഭേദ്യമായ ബന്ധം ജോസഫിനുണ്ടായിരുന്നത് പോലെ നമ്മുടെയും ജീവിതത്തിൽ വലിയൊരു അഭേദ്യ ബന്ധം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ അഭേദ്യ ബന്ധമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ഭുജം നമ്മോട് കൂടെ പ്രവർത്തിക്കും. വില്ല ഉറപ്പോടെ നിർത്തും. അവൻ്റെ ഭുജം യാക്കോബിൻ്റെ വല്ലവൻ്റെ കയ്യാൽ ബലപ്പെടും. മാത്രമല്ല, വീണ്ടും പറയുന്നത്, ഇസ്രായേലിൻ്റെ പാറയായ ഉടയൻ്റെ നാമത്താൽ തന്നെ. ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ. നോക്കുക, പാറ വളരെ സ്ട്രോങ് ആണ്. അത് നശിപ്പിക്കുവാനായിട്ട് പെട്ടെന്ന് സാധിക്കുകയില്ല. അതുപോലെ വളരെ സ്ട്രോങ് ആയിരിക്കുന്ന ഒരു പാറയായ ഇടയനാണ് നമുക്ക് ഉള്ളത്. നമ്മെ നടത്തുന്നവൻ, തൻ്റെ സ്വന്തം ഭുജത്തിൽ നമ്മെ വഹിച്ചുകൊണ്ട് നടക്കുന്നവൻ. ഇസ്രായേൽ മക്കളെ മണനാരുണ്യത്തിലൂടെ നടത്തിയപ്പോൾ നാം കാണുന്നത്, മോശ പറയുകയാണ്, നിങ്ങളെ ദൈവത്തിൻ്റെ ശക്തിയുള്ളതായ ഭുജത്താൽ വഹിച്ചുകൊണ്ട് ഇവിടെ വരെയും കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ ശക്തിയുള്ള ഭുജത്താൽ ഇവിടെ വരെ കൊണ്ടുവന്നു. എത്രയോ അനുഗ്രഹങ്ങളാണ് ദൈവം അവർക്ക് ചെയ്തു കൊടുത്തത്. കനാനിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ഭുജം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശക്തിഹീനരായിരിക്കുന്ന യോശുവയൊക്കെ ബലപ്പെടുത്തി വളരെ ശക്തിയോടുകൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ കർത്താവിൽ യാക്കോബിൻ്റെ വല്ലഭൻ്റെ ഭുജം കൈ നമ്മെ ബലപ്പെടുത്തും. മോശയുടെ കൈ പർവ്വതത്തിൽ താഴോട്ട് പോയപ്പോൾ ജോഷുവ അവൻ്റെ കൈ പിടിച്ച് താങ്ങിയതുപോലെ നമ്മെ താങ്ങുന്ന ഒരു ഭുജം സ്വർഗത്തിലുണ്ട്. നമ്മെ സഹായിക്കുന്ന ശക്തിയുള്ള ഒരു ഭുജമാണ്. ശക്തിയുള്ള ഭുജമല്ല, ശക്തിയുള്ള ഭുജമാണ്. അതുകൊണ്ട് ഇന്ന് നമുക്കറിയാം, ഇന്ന് നമുക്ക് എതിരായിട്ട് അനേക ശത്രുക്കൾ വളരെ ശക്തിയോടുകൂടെ പോരാടുകയാണ്. പൈശാചികൻ തൻ്റെ ഏജൻറ്റുമാരെ നിർത്തി ഇന്ന് വിശ്വാസികൾക്കെതിരായിട്ട്, സഭയ്ക്കെതിരായിട്ട് വലിയ പോരാട്ടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ പോരാട്ടങ്ങളെയൊക്കെ ജയിക്കുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള ഭുജം, ദൈവത്തിൻ്റെ ബലമുള്ള കൈ നമ്മോട് കൂടെ ഉണ്ട്. നമുക്ക് ആ കർത്താവിൽ ആശ്രയിക്കാം. ആ കർത്താവിൽ നമുക്ക് പരിപൂർണമായി വിശ്വസിക്കാം. പിതാവുമായിട്ട്, കർത്താവുമായിട്ട് നല്ലൊരു അഭേദ്യ ബന്ധം ജോസഫിനുണ്ടായിരുന്നതുപോലെ ഒരു അഭേദ്യമായ ബന്ധമുണ്ടാകുവാൻ ഈ വചനം മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.